ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഈ മാസം 7-ന് അലുവ അതുൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ തന്നെ പ്രതികൾ അലുവ അതുലിനെ ഇല്ലാതാക്കാൻ കൃത്യം ആസൂത്രണം ചെയ്തു. കോടതി ഉത്തരവനുസരിച്ച് ശനിയാഴ്ച അതുൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്ന പ്രതികൾ അവസരമാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇതനുസരിച്ച് അക്രമി സംഘം ഇന്നലെ സ്റ്റേഷന് പുറത്ത് പലയിടങ്ങളിലായി നിലയുറപ്പിച്ചു. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ 17 മിനിറ്റിനുള്ളിലായിരുന്നു അലുവ അതുലിനെ അവർ അതിക്രൂരമായി ഇല്ലാതാക്കിയതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷന്റെ പ്രതികരണത്തിലേക്കാണ്. ഏകദേശം ഒരു 7-8 പ്രതികൾ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഇനി പ്രോപ്പർ സൈബർ അനാലിസിസ് ഉണ്ടാവും. എല്ലാ ഫോൺ കോൺടാക്ട്സും ഇവർ പ്ലാനിങ് ഓപ്പറേഷൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കും. ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഹിഡൻ ആയിട്ട് ആരെങ്കിലും ഉണ്ട്, ഇതിൻ്റെ ബാക്കിലുള്ളവർ അങ്ങനെ ആരെയും വിടാൻ പോകുന്നില്ല. സോ എവറിബഡി വി ആർ ഗോയിങ് ടു ക്യാച്ച്. സോ ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു എൻഡ് ഇറ്റ്. ഇതിൻ്റെ വേറെ എന്തെങ്കിലും കോൺസ്പിറസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതിനുള്ള ആക്ഷൻസ് എടുക്കും. കാറിൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളടക്കം കണ്ടെത്തി. ആയുധങ്ങൾ ഫോറൻസിക് പരിശോധനാ സംഘം പരിശോധിക്കുകയാണ്. കൊല്ലത്തെ ഗുണ്ടാ നേതാവ് അലുവ അതിൽ കൊല്ലപ്പെട്ടതിൽ പ്രതികരണവുമായി നേരത്തെ അലുവ അതിൽ കൊലപ്പെടുത്തിയ ജിം സന്തോഷിന്റെ അമ്മ ഓമനയും രംഗത്ത് വന്നു. മകനെ കൺമുന്നിൽ കൊലപ്പെടുത്തിയ ദിനം മറക്കാൻ കഴിയില്ല എന്നാണ് അമ്മയുടെ പ്രതികരണം. അമ്മയുടെ പ്രതികരണത്തിലേക്ക് കൂടി. ഞാൻ നോക്കുന്ന ഉടനെ എന്തോ എൻ്റെ കുഞ്ഞ്, എൻ്റെ കാല്, എൻ്റെ ഇല്ല പിന്നെ ഇഞ്ച മേടിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ മോള്? അതുപോലെ ഇങ്ങനെ കിടക്കിയ മാംസം എല്ലാം കൂടെ. ഉറക്കമില്ല ഒന്ന് ഉറങ്ങും. സന്ധ്യയാകുമ്പോഴേ ഉറക്കം വരും. ഒന്ന് ഉറങ്ങി തെളിഞ്ഞാൽ പിന്നെ എൻ്റെ മോനെ ചെയ്തത് എൻ്റെ മോൻ്റെ ആ കിടത്തയും കണ്ട് ഞാൻ ഇങ്ങനെ വെളുക്കുന്നിടം വരെ അത് ഓർത്തുകൊണ്ട് ഇങ്ങനെ കിടന്ന് വിഷമിച്ചുകൊണ്ട് കിടക്കാൻ നെഞ്ചിനകത്ത് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച്. വാർത്തയുടെ വിശദവിവരങ്ങളുമായി സൂര്യഗായത്രിയും ടോബി ജോൺസും ചെയ്യുന്നു. ആദ്യം സൂര്യഗായത്രിയിലേക്കാണ്. സൂര്യഗായത്രി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ആസൂത്രണമാണ്. പക വീട്ടാൻ അത് ഉറച്ചു തന്നെ അവർ ഇറങ്ങിയതാണ്. ഈ അലുവ അതിൽ എപ്പോൾ പുറത്തിറങ്ങിയാൽ സ്റ്റേഷനിൽ എപ്പോൾ ഒപ്പിടാനെത്തും, പുറത്ത് നിന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എങ്ങോട്ടേക്ക് അതുൽ പോകും, ഈ പോകുന്ന വഴിയിൽ ഉടനീളം ഓരോ പോയിന്റിലും ആളുകളെ വെച്ച് അതുലിനെ സ്കെച്ച് ചെയ്ത് വളരെ കൃത്യമായി ഒരു പാളിച്ച പോലും ഇല്ലാതെ നടപ്പിലാക്കി. ഈ കൃത്യത്തിന്റെ കൂടുതൽ ആസൂത്രകരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പിടിയിലായവർ ആരൊക്കെയാണ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്ന കാര്യങ്ങൾ? സുഹൈൽ, 2025 മാർച്ച് 27-നുണ്ടായ ഒരു ആക്രമണം, അത് ഒരു വർഷം എത്തുന്നതിന് മുൻപ് തന്നെ അതിന്റെ പ്രതികാരമായിട്ട് ഈ അലുവ അതുൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവൻ എടുക്കുകയായിരുന്നു ഈ ഗുണ്ടാ സംഘം എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സന്തോഷിനെ കൊലപ്പെടുത്തിയതിനു ശേഷം വരുന്ന വഴിക്കാണ് അനീർ എന്ന് പറയുന്ന വ്യക്തിയെ അലുവ അതുലും സംഘവും ചേർന്നാക്രമിക്കുന്നത്. അതിന്റെ പ്രതികാര നടപടി എന്നോണമാണ് അതുലിന്റെ കൊലപാതകം എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത മാർച്ച് 27 ആകുന്നതിന് മുൻപ് തന്നെ അതുലിന്റെ ജീവൻ എടുത്തത് ആ കൃത്യം തന്നെയാണ്, ആ പ്രതികാര നടപടി തന്നെയാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കുന്നത്. 10 പേരെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള 6 പേർ ഉൾപ്പെടെയുള്ള 10 പേരെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അത് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള ാണ് കുറ്റകൃത്യത്തിൽ പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികളെ പുറത്തേക്ക് ഇറക്കുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോഴും യാതൊരുവിധ കൂസലുമില്ല, യാതൊരുവിധ പശ്ചാത്താപവും പ്രതികളുടെ മുഖത്ത് കാണാൻ കഴിയുന്നില്ല. കാരണം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകം അതവർ നടത്തണം, അത് 4 പേർ അറിയണം എന്ന ഉദ്ദേശത്തോടെ അവർ നടത്തിയ കൊലപാതകം, അതിനുശേഷം പശ്ചാത്തപിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ മുഖത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. 10 പേർ, വീരപ്പൻ എന്ന് അറിയപ്പെടുന്ന അനീർ, ഈ അനീറിനെയാണ് ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രതികാരമാണ് ഈ അതുലിന്റെ ജീവനെടുക്കുന്ന സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന് മണ്ണെണ്ണ നൗഫൽ എന്നറിയപ്പെടുന്ന നൗഫൽ, ബ്ലാക്ക് വിഷ്ണു എന്നറിയപ്പെടുന്ന വിഷ്ണു, അതുപോലെ തന്നെ തോമ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ആഷിഖ്, ഹുസൈൻ, ശങ്കരാടി എന്നറിയപ്പെടുന്ന ഷംനാദ്, കഷണ്ടി ഫൈസൽ എന്നറിയപ്പെടുന്ന ഫൈസൽ ഖാൻ, ഷിനു പീറ്റർ, അലി ഉമ്മർ, ആദിൽ മുഹമ്മദ്. അതിൽ അലി ഉമ്മറിന്റെ പ്രായം നോക്കണം, 24 വയസ്സാണ്. ആദിൽ മുഹമ്മദിന്റെ പ്രായം നോക്കണം, 21 വയസ്സാണ്. അത്തരത്തിൽ ചെറുപ്പക്കാരാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇവരെയാണ് ഗുണ്ടാ സംഘമായിട്ട് ഇവർ ഈ സ്വൈര്യ വിഹാരം നടത്തുന്നത് ഈ സംഘമാണ് എന്നുള്ളതാണ്. എന്തായാലും പ്രതികൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവരുടെ മറ്റ് കോടതിയിൽ ഹാജരാക്കുക അടക്കമുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് ശരി, എന്തായാലും വീട്ടുകാർ വെച്ച പേരിന് പുറത്തേക്ക് ചില പേരുകൾ അതോ ലോകത്ത് അറിയപ്പെടാൻ ഗുണ്ടകളെന്ന് സ്വയം പ്രഖ്യാപിച്ച് അവർ തന്നെ ചേർക്കുന്നുണ്ട്. മണ്ണെണ്ണ, വീരപ്പൻ, കഷണ്ടി എന്നൊക്കെ ഇരട്ടപ്പേരുകൾ
അതിനപ്പുറത്തേക്ക് ഈ പിടിയിലായ പ്രതികളുടെയൊക്കെ പ്രായം 24-ഉം 23-ഉമാണ്. യൗവനകാലമാണ്. എന്തെങ്കിലും നല്ല തൊഴിലെടുത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് കൃത്യമായി ഏതെങ്കിലും ജോലിക്ക് കയറേണ്ട സമയത്ത് ഈ ഗുണ്ടകളിൽ അകൃഷ്ടരായി ഒടുങ്ങാത്ത പണം കിട്ടുന്നത് അറിഞ്ഞ് അതിനപ്പുറത്തേക്ക് തൊട്ടാൽ 1000 പേർ ചോദിക്കാൻ വരുമെന്ന ധൈര്യത്തിലൊക്കെ ഗുണ്ടായുസത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്ന നമ്മുടെ യുവത്വം കൂടി ഈ കേസിൽ നമുക്ക് പ്രകടമായി കാണാനാകുന്നുണ്ട്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.